ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആത്മാരമ്യ വേൾഡിലേക്ക് സ്വാഗതം. ഇത് ലക്ഷ്മി ലോട്ടസ്. ലക്ഷ്മി ദേവി എന്ന് വെക്കുമ്പോൾ തന്നെ നമുക്ക് ലോട്ടസിനെ ഓർമ്മ വരും. ലക്ഷ്മി ദേവിയുടെ പേര് തന്നെയുള്ളൊരു ലോട്ടസാണിത്. ഒത്തിരി ലീഫല്ല കേട്ടോ, ഒത്തിരി പെറ്റൽസ് ഉള്ള ലോട്ടസാണ്. ഈ ഒരു താമരയിൽ 2 മുട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു മുട്ട് വിരിയിക്കാറായിട്ടില്ല. മറ്റേ മുട്ടാണ് കുറച്ചും കൂടി വിരിയിക്കാൻ പാകത്തിനായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരെണ്ണത്തിനെ നമ്മൾ വിരിയിച്ചുള്ളൂ. ഇത് ചേമ്പല പോലെയാണ് ഈ താമരയുടെ ഇലയും. നമുക്ക് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലയിൽ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ കളിച്ച് ഇതാക്കാം. അത് നമുക്കൊരു തമാശയ്ക്ക് ചെയ്താട്ടോ അങ്ങനെ. അപ്പോൾ ലോട്ടസ് നമുക്ക് വിരിയിച്ചാലോ? ഇതിപ്പോൾ വിരിയിക്കാറായിട്ടില്ല. അതിൻ്റെ സെൻറ്ററിൽ ഹോൾ വന്നിട്ടില്ല. ഇതിൽ കണ്ടോ, സെൻറ്ററിൽ ഹോൾ വന്നിട്ടുണ്ട്, കുറച്ച് വിടർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ വിരിയിക്കാം. പെട്ടെന്ന് വിരിഞ്ഞു. ഇത്രയായപ്പോഴത്തേക്കും കണ്ടോ, ഇതൊക്കെ ഇച്ചിരി കൂടി നേരത്തെ വിരിയിക്കുകയാണെങ്കിൽ കുറേയും കൂടി കൂടുതൽ ദിവസം നിൽക്കുമായിരുന്നു. ഇത് തൊട്ടപ്പോഴത്തേക്കും തന്നെ നമുക്കിങ്ങനെ വിരിഞ്ഞു. നല്ലോണം പെറ്റൽസ് ഉള്ളതാണ്, നല്ല ഭംഗിയാണ്, നല്ല കളറാണ്, നല്ല റെഡ് കളറാണ്. ഒത്തിരി ഇങ്ങനെ ദിവസം നിൽക്കും. ആദ്യത്തെ പൂവായതുകൊണ്ടാണ് ഇതിപ്പോൾ അത്ര ചെറുത്. പൂക്കളായി വരുന്നുള്ളൂ. എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് ഇലകളും പൂക്കളൊക്കെ ആയി വരുന്നുള്ളൂ. റിപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ പൂവാണ്. 2 മുട്ടുണ്ട്. ഒരു മുട്ട് വിരിയാറാവുന്നുള്ളൂ. ഒരെണ്ണം നമ്മൾ വിരിയിച്ചു. ഇതിൽ നമ്മൾ അസോള പായലിട്ടിട്ടുണ്ട്. അതെപ്പോഴും ഇവിടെ കോഴി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ അസോള പായൽ കൂടുതലാവുമ്പോൾ നമുക്ക് കോഴിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സൗന്ദര്യം നമ്മൾ അറിയാതെ ആസ്വദിച്ച് അങ്ങനെ നിന്ന് പോകും. പിന്നെ എപ്പോഴും നല്ല വെയിലത്ത് വയ്ക്കുക. സൂര്യപ്രകാശമാണ് ഇതിന് എപ്പോഴും നല്ലത്. നമ്മളിത് ആദ്യം നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ ചെറിയ കോയിൻ ലീവ്സ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് സ്റ്റാൻഡിങ് ലീഫ് വന്നു തുടങ്ങുമ്പോഴാണ് നമുക്ക് പൂവുണ്ടാവുന്നത്. അതുപോലെ ഈ പൂവുണ്ടാവുമ്പോൾ എപ്പോഴും ഒരു സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ ആയിരിക്കും എപ്പോഴും പൂവുണ്ടാവുക. നോക്കിയാൽ കാണാം, സ്റ്റാൻഡിങ് ലീഫിനോട് കൂടിയായിരിക്കും ആ മുട്ട് ചേർന്ന് വരാം. അപ്പോൾ കണ്ട എല്ലാവർക്കും താങ്ക് യു.